സമയത്ത് ഈ വിശ്വാസം എന്നുള്ളതിനപ്പുറം നേരിട്ട് വിശ്വാസത്തിലേക്കല്ല തൊടുന്നത്, ദേശീയതയിലേക്ക്, നമ്മുടെ സ്വാതന്ത്ര്യ സമര പാരമ്പര്യത്തിലേക്ക് ഒക്കെ അതിനെ തൊടുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും അതിനകത്തൊരു ചെറിയ പ്രശ്നം തോന്നും. സ്വാഭാവികമാണ്. ഇപ്പോൾ സാരി ഉടുത്ത സഹോദരി എന്ന് വി ശിവൻകുട്ടി പറയുമ്പോൾ അതിൽ സംശയമുള്ളവർ സാധാരണക്കാരായിട്ടുള്ളവർ ഒത്തിരി പേര് കാണും. അങ്ങനെയുള്ളവരെയും സൃഷ്ടിക്കാൻ പറ്റും. അങ്ങനെ ഒരു വിഷയം ഇവിടെ ഗവർണർ അടുത്ത് അവതരിപ്പിക്കുന്നു. ആദ്യം പി പ്രസാദ് ഈ വിഷയത്തിൽ പ്രതിഷേധിക്കുന്നു. അതിനുശേഷം ശിവൻകുട്ടിയുടെ പ്രതിഷേധം ഉണ്ടാകുന്നു. പ്രതിപക്ഷ നേതാവടക്കം ഈ കാര്യത്തിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നു. സർക്കാർ ഈ കാര്യത്തിൽ നിലപാടറിയിച്ച് ഗവർണർക്ക് എഴുതുന്നു. അതിൻ്റെ തുടർച്ചയാണ് ഈ പ്രശ്നങ്ങൾ. അതിൻ്റെ തുടർച്ചയിൽ എന്താ സംഭവിച്ചത്? ഇപ്പോൾ ഈ സർവകലാശാലയിൽ ഈ സാരി ഉടുത്ത കാവിക്കോടി ഏന്തിയ സഹോദരിയുടെ ഒരു ചിത്രം വരുത്തി വെച്ചിരിക്കുന്ന പുകിലെന്തൊക്കെയാണ്? വൈസ് ചാൻസലറുടെ അധികാര ദുരുപയോഗം അവിടെ ഉണ്ടായി. ഗവർണറുടെ വിവാദപരമായ ഇടപെടൽ ഈ വിഷയത്തിൽ, അതായത് ചാൻസലർ എന്ന നിലയിൽ കൃത്യമായ ഒരു ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട്. ചട്ടലംഘനം ഉണ്ടായിട്ടുണ്ട്. വൈസ് ചാൻസലറുടെ ഈ സസ്പെൻഷൻ ഉത്തരവ് അടക്കമുള്ള വിഷയങ്ങളിൽ ഗവർണറുടെ ഈ വിഷയത്തിൽ കൃത്യമായ നിർദ്ദേശം അദ്ദേഹം കൊടുത്തോ എന്നുള്ളത് സമൂഹത്തിന് അവ്യക്തമാണ്. ആ നിലയ്ക്ക് ഗവർണറുടെ മൗനം ഇതിനകത്തൊരു പ്രശ്നമാണ്. ഇപ്പോഴും അതിനകത്ത് കാര്യങ്ങൾ അദ്ദേഹം സമൂഹത്തോട് ഇതുവരെ തുറന്നു പറഞ്ഞിട്ടില്ല. ഇപ്പോഴും അദ്ദേഹം എന്താണ് ഇത്, എങ്ങനെയാണിത് പരിണമിക്കുക എന്നത് കാത്തിരിക്കുകയാണ്. അല്ലെങ്കിൽ ഈ സമരം വലിയൊരു സംഘർഷമായി മാറാനുള്ള കാത്തിരിപ്പിലാണ്. അത് ചർച്ചയാവുന്ന ഒരു സമയത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ്. ഇനി ഇത് ഈ പറഞ്ഞതുപോലെ രാഷ്ട്രീയ ഇടപെടൽ എന്ന് നമുക്ക് ഉറപ്പിക്കാവുന്ന വിഷയങ്ങൾ ഇതിനകത്ത് സംഭവിച്ചിരിക്കുന്നു. ഇനി നടപടിക്രമങ്ങൾ മൊത്തം തകിടം മറിച്ചിരിക്കുന്നു. ചട്ടം മൊത്തം തകിടം മറിച്ചിരിക്കുന്നു. ഇതിൽ മൊത്തം അവ്യക്തത കൊണ്ടുവന്നിരിക്കുന്നു. ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത്. അതൊക്കെ നമുക്ക് വേണമെങ്കിൽ ചർച്ച ചെയ്യാം. അതിന് പകരം ഇന്നത്തെ സമരമാണോ പ്രധാനപ്പെട്ട ചർച്ച എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ആ കാര്യത്തിൽ വിയോജിപ്പാണ്.